നമസ്കാരം. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ വീണതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തിയ അക്രമത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകളും ക്ഷേത്രങ്ങളും വ്യാപകമായി തകർക്കപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അതായത് ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. ഇസ്കോൺ നേതാവ് സ്വാമി ചിന്മയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അപ്പോഴൊക്കെ ഇന്ത്യ പ്രതിഷേധിച്ചിരുന്നു. UN-ഉം US-ഉം ബ്രിട്ടനുമെല്ലാം ബംഗ്ലാദേശിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് യൂനിസ് എന്ന നൊബേൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കരുവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ ഉറഞ്ഞു തുള്ളുന്നു. എന്നാൽ ഈ ഹിന്ദു വേട്ടയ്ക്ക് ഇപ്പോൾ ഒരു മറുപണി ഭാരത സർക്കാർ കൊടുത്തിരിക്കുകയാണ്. ഡൽഹിയിലടക്കം അനധികൃതമായി താമസിക്കുന്ന മുഴുവൻ ബംഗ്ലാദേശികളെയും തിരഞ്ഞുപിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആധാർ കാർഡ് വരെ വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു മാഫിയയാണ് പിടികൂടിയത്. ഇതുവരെ 50ഓളം അനധികൃത കുടിയേറ്റക്കാർ ഡൽഹിയിൽ നിന്ന് അറസ്റ്റിലായി കഴിഞ്ഞു. ഇവരെ എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ 4 പേരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചതായും സൗത്ത് DCP അങ്കിത് ചൗഹാൻ അറിയിച്ചു. ഇതുവരെ 50ഓളം അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായി. വരുന്ന 2 മാസം കൂടി പ്രത്യേക പരിശോധന തുടരുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഏകോപിപ്പിച്ചാണ് നാടുകടത്തൽ നടപടി സ്വീകരിക്കുന്നത്. ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധന ആരംഭിച്ചത്. അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശി പൗരന്മാർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധനയ്ക്ക് നിർദ്ദേശം ലഭിച്ചത്. ഇതിന് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധമില്ലെന്നാണ് ഇന്ത്യൻ അധികൃതർ പറയുന്നത്. ആധാറും റേഷൻ കാർഡും ഒക്കെ കൊടുത്ത് അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോറിനേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ച് 6 വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന 28കാരിയായ സനാലി ഷെയ്ഖ് എന്ന ബംഗ്ലാദേശി യുവതിയെ ഡൽഹി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി നർക്കോട്ടിക് വിഭാഗം നാടുകടത്തിയിരിക്കുകയാണ്. രാജ്യത്ത് യുവതിയുടെ അനധികൃത താമസത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒത്താശക്കാരുടെ വിവരം പുറത്തു വന്നത്. വ്യാജ വെബ്സൈറ്റ് വഴി വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ID-കളും മറ്റു വ്യാജ രേഖകളും ഉണ്ടാക്കുന്നതായിരുന്നു സംഘം. പ്രതികളിൽ ഒരാൾ വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ID-കളും മറ്റു വ്യാജ രേഖകളും തയ്യാറാക്കി ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്നും 15,000 രൂപ ഈടാക്കിയതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി രാജ്യ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ഒരു ബംഗ്ലാദേശ് സ്വദേശിനിയെ കപഷേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെ പിടികൂടി നാടുകടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ രാജ്ഷാഹിയിലെ ശങ്കർപൂർ സ്വദേശിനിയായ ലൗലി ഖാത്തൂൻ ഇസ്ലാം എന്ന അനധികൃത കുടിയേറ്റക്കാരിയെയാണ് പിടികൂടി ബംഗ്ലാദേശിലേക്ക് അയച്ചത്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴിയാണ് അവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയത്. കപഷേര പ്രദേശത്തെ അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ യുവതി കൈവശം വെച്ചതായി പോലീസ് കണ്ടെത്തി. വെരിഫിക്കേഷൻ ഡ്രൈവിനിടെ ഏകദേശം 200 കുടുംബങ്ങളെ പരിശോധിക്കുകയും അവരുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. കുടിയേറ്റക്കാർ ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് മറുപടിയായിട്ടാണ് ഡ്രൈവ് ആരംഭിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സാധുവായ ഇന്ത്യൻ രേഖകളില്ലാതെ താമസിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനും തടങ്കലിലാക്കുന്നതിനും നാട്ടിലേക്ക് അയക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ സൗത്ത് വെസ്റ്റ് ജില്ലാ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുത്തത് 50,000 ടൺ അരിയാണ്. അവിടുത്തെ 1,31,00,000 ഹിന്ദുക്കളുടെ സുരക്ഷ കണക്കിലെടുത്തായിരുന്നു ഇന്ത്യയുടെ നടപടി. മോദിയുടെ ഈ അരി നയതന്ത്രത്തെ ലോക മാധ്യമങ്ങളും പുകഴ്ത്തിയിരുന്നു. നന്ദി.